ഗ്രൂപ്പിലൊരു മെമ്പർ VPRPL എന്ന് പറയുന്ന സ്റ്റോക്കിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. VPRPL എന്ന് പറയുന്ന സ്റ്റോക്കിന് ഞാൻ ട്രേഡ് ചെയ്തിട്ടില്ലാത്ത സ്റ്റോക്കാണ്. പക്ഷേ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് പെർ അഡ്വാൻസ് വേവ് തിയറി സ്റ്റോക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ടായിരുന്നു ഈ 213.60. ഈ 213.60 എന്ന് പറയുന്ന ലെവൽ അത് ബ്രേക്ക് ചെയ്തപ്പോഴേക്കും ആക്ച്വലി സ്റ്റോക്കിൻ്റെ സ്ട്രെങ്ത് നല്ലപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഈ സ്ട്രെങ്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റോക്കിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്, അതായത് ഫസ്റ്റ് സൈക്കോളജിക്കൽ ബൈയിങ് പോയിന്റ് എന്ന് പറയുന്ന അടുത്തത് 191.80 ആണ്. അപ്പോൾ ഈ ലെവലിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ, ഇത് വീക്ക്ലി ചാർട്ടാണ്, ഈ ലെവലിൽ വരുമ്പോൾ ആളുകൾ അടുത്ത ബൈയിങ്ങിന് സ്റ്റാർട്ട് ചെയ്യേണ്ട സ്ഥലമാണ് ഇത് 191.80 എന്ന് പറയുന്നത്. ഇപ്പോൾ പക്ഷേ അവിടെയും സ്റ്റോക്കിന് സ്ട്രെങ്ത് ഇല്ല. അപ്പോൾ എന്താ പറ്റുന്നത്, ഈ വീക്ക്ലിയിൽ കണ്ടിന്യൂസ് ആയിട്ട് താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി ഉള്ള ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 170 ആണ്. ദിസ് ഈസ് ആക്ച്വലി എ വെരി സ്ട്രോങ് സപ്പോർട്ട് ഫോർ VPRPL. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് നിൽക്കേണ്ടതാണ്. 170 എന്ന് പറയുന്ന ലെവൽ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിൽക്കേണ്ടതാണ്. ഇനി ഞാൻ പറഞ്ഞ ലെവൽസിൻ്റെ ആക്ഷനും റിയാക്ഷനും നിങ്ങൾ നോക്കുക. ഈ പറഞ്ഞ 213.60 എന്ന് പറയുന്ന ലെവൽ നോക്കാം, അല്ല ഡെയിലി ക്ലോസിങ്, നമുക്ക് ഡെയിലി അനാലിസിസ് നമുക്ക് നോക്കാം. ഡെയിലി അനാലിസിസ് നോക്കുമ്പോൾ അവിടെ അത്ര സ്ട്രോങ് സപ്പോർട്ട് ആയതുകൊണ്ടാണ് അവിടെ ക്യാൻഡിൽസ് വന്ന് ഇരിക്കുന്നത്, കണ്ടില്ലേ? ഇറ്റ് ഈസ് ലൈക്ക് എ സീറ്റിംഗ്. ദിസ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് എ സപ്പോർട്ട്. അവിടെ ഒരു സീറ്റിംഗ് പോലെയാണത്, മനസ്സിലായോ? അതുകൊണ്ട് എന്നിട്ടാണെങ്കിൽ അവിടെ ക്യാൻഡിൽസ് ഇരിക്കാൻ നോക്കി, ബട്ട് ഇറ്റ് വാസ് ബ്രോക്കൺ അൺഫോർച്ചുനേറ്റ്ലി വിത്ത് എ ഹ്യൂജ് ഗ്യാപ്പ്. അപ്പോൾ ഒരു വലിയൊരു ഗ്യാപ്പിലോട് കൂടി അത് താഴോട്ട് വരിക ചെയ്തത്. അപ്പം വലിയൊരു ഗ്യാപ്പോട് കൂടി അത് താഴോട്ട് വന്നപ്പോഴേക്കും അതിൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെട്ടു പോയായിരുന്നു. പക്ഷെ താഴേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കേണ്ട സ്ഥലമാണ് ഈ 191.80. പക്ഷെ അവിടെ എന്ത് പറ്റി, അതും ബ്രേക്ക് ആക്കുക ചെയ്ത സ്റ്റോക്ക്. അതായത് ആ ലെവലിൽ നിന്നും താഴോട്ട് വരിക ചെയ്തത്. എപ്പോഴും മാർക്കറ്റിലുള്ള ഒരു ബേസിക് ഇൻഫർമേഷനാണ്, അതായത് ഏത് സപ്പോർട്ടാണോ ബ്രേക്ക് ചെയ്യുന്നത് അത് പിന്നീട് ഒരു റെസിസ്റ്റൻസ് ആയി മാറുന്നു എന്നൊരു ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ട്. ഓക്കെ, അതായത് പ്രീവിയസ് സപ്പോർട്ട് വിൽ ബി ദ ഫ്രഷ് റെസിസ്റ്റൻസ് എന്നുള്ളത്. അപ്പോൾ ആ റെസിസ്റ്റൻസ് ഇവർ റീടെസ്റ്റ് ചെയ്തു 190. ദാറ്റ് ഈസ് ദ തിങ്. അങ്ങനെയാണ് എന്ത് മനസ്സിലാക്കുന്നത്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് സപ്പോർട്ടാണെന്ന് മനസ്സിലാക്കുന്നത്. അതുകൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റോക്കിനി അടുത്ത ലെവലിലേക്ക് പോവാണ്. അടുത്ത ലെവലാണ് 170. ഈ 173 ഞാൻ നോക്കുമ്പോൾ ചെറിയ ഒരു സപ്പോർട്ട് കിടപ്പുണ്ട്. ബട്ട് ആക്ച്വലി യു ഷുഡ് ലുക്ക് ഫോർ 170. ആൻഡ് വാട്ട് ഷുഡ് ബി യുവർ ടാർഗറ്റ്, വാട്ട് ഷുഡ് ബി യുവർ സ്ട്രാറ്റജി. ഇതിനകത്ത് എങ്ങനെയാണ് ഇത് സ്ട്രാറ്റജൈസ് ചെയ്യേണ്ടത്? ഇത് സ്ട്രാറ്റജൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആവറേജിങ് എന്ന് പറയുന്നതിനെ പറ്റി ആളുകൾ ചിന്തിക്കാറുണ്ട്. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ വിൽ സജസ്റ്റ് യു ദ ബെസ്റ്റ് ഐഡിയ. ഈ 170 ഇഫ് ദ സ്റ്റോക്ക് ഈസ് ഗിവിങ് യു എ പോസിറ്റീവ് ക്ലോസ്, യു ക്യാൻ ഗോ ഫോർ ആക്ച്വലി ആവറേജിങ് മോശമാണെന്ന് പലരും പറയും. പക്ഷേ 170 നിങ്ങൾക്കാണെങ്കിൽ എന്ത് ചെയ്യാം, ആവറേജിങ് പോവാം. പക്ഷേ യുവർ ടാർഗറ്റ് ഷുഡ് ബി 191.80. പക്ഷേ ഇവിടെ 170 സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ട് കൺഫേം ചെയ്യണം. അതെങ്ങനെയാണ് കൺഫേം ചെയ്യുക? 170 യു ഷുഡ് ഗെറ്റ് എ പോസിറ്റീവ് ഡെയിലി ക്ലോസ്. അതാണ് ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത്. അതായത് ഇപ്പം കണ്ടിന്യൂസ് നെഗറ്റീവ് ക്യാൻഡിൽസ് വന്നുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം നെഗറ്റീവ് ക്ലോസിങ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ 170 വരുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് ഡെയിലി ക്ലോസ് കിട്ടണം. അതേ ആ പോസിറ്റീവ് ഡെയിലി ക്ലോസ് കിട്ടുവാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ ബൈ ആൻഡ് യു ക്യാൻ കീപ് 191.80 ആസ് ദ ടാർഗറ്റ്. അപ്പോൾ ഇപ്പം മേടിക്കുന്ന സ്റ്റോക്കുകൾ, അതായത് അഗ്രസീവായിട്ട് വാങ്ങാനും പാടില്ല. ഇപ്പോൾ മേടിക്കുന്ന 20 സ്റ്റോക്കുകളാണെങ്കിൽ ആ 20 സ്റ്റോക്കുകൾ 170 മേടിച്ചതായിട്ട് കണക്കാക്കുക. എന്നിട്ട് 191.80 എന്ത് ചെയ്യുക, കവർ ചെയ്യുക. അതിനുശേഷം നമ്മൾ അടുത്ത സ്ട്രാറ്റജി പ്ലാൻ ചെയ്യേണ്ടി വരും. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ മേടിക്കുന്ന സ്റ്റോക്കുകൾ 170 താഴെ ഒരു ഡെയിലി ക്ലോസ് എങ്കിലും കിട്ടുവാണ് എങ്കിൽ, ഈ സ്റ്റോക്കിന് ഒരു ഡെയിലി ക്ലോസ് എങ്കിലും 170 താഴെ കിട്ടുകയാണെങ്കിൽ യു ഷുഡ് എക്സിറ്റ് ആൻഡ് യു ഷുഡ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് ലെവൽ. അപ്പോൾ 170 എന്ന് പറയുന്ന ലെവൽ വാച്ച് ചെയ്യുക. അവിടെ പോസിറ്റീവ് ക്ലോസ് ഡെയിലി കിട്ടുവാണെങ്കിൽ മേടിക്കാം. 191.80 എന്ന് പറയുന്ന ടാർഗറ്റ് വെക്കാം. അത് നിങ്ങൾക്ക് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ച് നിങ്ങൾക്കത് കവർ ചെയ്യാവുന്നതാണ്. പിന്നീട് സ്റ്റോപ്പ് ലോസ് ഇനിഷ്യലി വെക്കേണ്ടത് 170 തന്നെയാണ്. ആ 170 താഴെ ഒരു ഡെയിലി ക്ലോസ് എങ്കിലും കിട്ടുവാണെങ്കിൽ യു ഷുഡ് എക്സിറ്റ് ദ പൊസിഷൻസ്. വാട്ട് എവർ യു ആർ ടേക്കിംഗ് യു ഷുഡ് എക്സിറ്റ്. പക്ഷേ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഇഫ് യു ആർ ആരെങ്കിലും പൊസിഷൻ എടുക്കുവാണെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തു തരാം.